പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒക്കെ തന്നെ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. സ്വയം വിവാഹം കഴിച്ചവരാണ് ഭൂരിപക്ഷവും. ഞാൻ വിവാഹിതനാണ്. നിങ്ങളിൽ ബഹുഭൂരിപക്ഷവും വിവാഹിതരാണ്. അല്ലെങ്കിൽ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടില്ലാത്ത ആരും ഈ വീഡിയോ കാണുന്നില്ല, കേൾക്കുന്നില്ല. നമുക്കൊക്കെ ഒരു വിവാഹ ചടങ്ങിൻ്റെ ചെലവിനെക്കുറിച്ചൊരു സങ്കല്പമുണ്ട്. ഒരു വിവാഹം നടക്കുമ്പോൾ ആടയാഭരണങ്ങളുണ്ടാവും, അത് വിശിഷ്ട അതിഥികളുണ്ടാവും, ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കും. അപ്പോൾ കേറ്ററിംഗ് സർവീസുകളാണ്. ഇങ്ങനെ വിവിധങ്ങളായ പരിപാടികളിലൂടെ ഒരു വിവാഹത്തിന് നമ്മൾ ചിലവഴിക്കുന്ന തുക, പലപ്പോഴും ഈ വിവാഹത്തിന് ചിലവഴിക്കുന്ന തുക വൻ ധൂർത്തായി മാറാറുണ്ട് എന്ന വിമർശനവും ഉയർന്നു വരാറുണ്ട്. ആ ധൂർത്തുകളെയൊക്കെ നിയമം മൂലം നമ്മുടേതുപോലുള്ള രാജ്യത്ത് നിരോധിക്കേണ്ടതാണ്. അതിന് നിയന്ത്രണം, ആ ധൂർത്തുകൾക്ക് ഇത്ര രൂപ വരെ ചെലവഴിക്കാൻ പാടുള്ളൂ. അതായത് ഒരു വ്യക്തിയുടെ വിവാഹം കഴിക്കുന്ന വധുവിൻ്റെ ആയാലും വരൻ്റെ ആയാലും അവരുടെ ആസ്തിയുമായി താരതമ്യപ്പെടുത്തി ഒരു മിനിമം തുക മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ എന്നൊരു നിയമം അനിവാര്യമാണോ എന്ന് നമുക്ക് തോന്നലുണ്ടാക്കുന്ന ഒരു വിവാഹത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. ഈ മാസത്തിൽ മാർച്ച് മാസം 1, 2, 3 തീയതികളിൽ നമ്മുടെ നിലവിൽ പ്രധാനമന്ത്രിയും നമ്മുടെ രാഷ്ട്രപതിയും ഒക്കെ തന്നെ ജനിച്ചു വളർന്ന ഗുജറാത്ത് എന്ന് പറയുന്ന ആ സംസ്ഥാനത്ത് ജാംനഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വിവാഹ പൂർവ്വ ചടങ്ങടക്കുണ്ടായി. അതായത് പ്രീ വെഡ്ഡിങ് പ്രോഗ്രാം. വെഡ്ഡിങ് അല്ല, വെഡ്ഡിങ് വരാതിരിക്കുന്നേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല, അടിയൊന്നും ആയിട്ടില്ല, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ അത് പ്രീ വെഡ്ഡിങ് പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിന് ചിലവഴിച്ച തുകയെക്കുറിച്ചുള്ള ഒരു ഏകദേശ കണക്ക് 1259 കോടി രൂപ. 1259 കോടി രൂപ. മുകേഷ് അംബാനി എന്ന് പറയുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ്റെ മകൻ്റെ വിവാഹമാണ്. ആരുമാവട്ടെ, ഇന്ത്യയിലൊരു പൗരനാണല്ലോ, ഗുജറാത്തിലെ ഒരു പൗരനാണല്ലോ, അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹമാണ്. അത് ധൂർത്താണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. 1,44,000 പേർ കയറിക്കിടക്കാനായി സ്വന്തമായി കൂരയില്ലാത്ത ഒരു സംസ്ഥാനത്താണെന്ന് ഓർക്കണം. 1,44,000 പേർ കയറിക്കിടക്കാൻ കൂരയില്ല. മുകളിലോട്ട് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി. ഇതാണ് അവരുടെ അവസ്ഥ. അത്തരം ആൾക്കാർ ജീവിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇപ്രകാരം 1259 കോടി രൂപയുടെ ഒരു ധൂർത്ത് പ്രീ വെഡ്ഡിങ് പ്രോഗ്രാമിന് നടത്തിയ 3 ദിവസത്തെ പ്രോഗ്രാമാണ്. അതിനകത്ത് റിഹാന എന്ന് പറയുന്ന വിശ്വപ്രശസ്തയായ ഒരു ആർട്ടിസ്റ്റ്, അവർ വിവിധങ്ങളായ കലാപ്രകടനങ്ങൾ നടത്തുന്ന ആളാണ്, നമുക്കെല്ലാം അറിയാം. അപ്രകാരം ഉള്ള റിഹാനയുടെ ഒരു പ്രോഗ്രാം 45 മിനിറ്റ് നേരം, ആ 45 മിനിറ്റ് നേരം ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് 74 കോടി രൂപ. 74 കോടി രൂപ. അന്ന് ഈ 3 ദിവസമായി അവിടെ വന്നവർ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കണമല്ലോ, പശി അടക്കണമല്ലോ, വിശപ്പ് മാറ്റണമല്ലോ. ആ വിശപ്പ് നടക്കാൻ വേണ്ടി 3 ദിവസം പട്ടിണി എങ്ങനെ വിവാഹത്തിന് വരുന്നവർക്ക്? വിവാഹത്തിന് മറ്റുള്ളവരുടെ മനസ്സൊന്ന് ആസ്വദിക്കാൻ, സന്തോഷിക്കാൻ, അപ്രകാരം അനുഗ്രഹിക്കാൻ വിവാഹ ചടങ്ങുകളിലൊക്കെ ഭാരതത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്രകാരം ഭക്ഷണം കൊടുത്തത് കേറ്ററിംഗ് സർവീസുകാരുടെ ബില്ല് 210 കോടി രൂപ. 210 കോടി രൂപ. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, അത് തീർച്ചയായും മുകേഷ് അംബാനിയുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് തീർച്ചയായും ചിലവഴിച്ചോട്ടെ. അത് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്, അത് ചിലവഴിക്കാൻ കഴിയും. പക്ഷേ ആ ചിലവഴിക്കുമ്പം അതിനകത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒറ്റ പോയിൻ്റേ ഉള്ളൂ. ആ 74 കോടി രൂപ ഒരു പ്രോഗ്രാമിന് ചിലവഴിച്ചപ്പം അത് വേണമെങ്കിൽ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് സാധാരണക്കാർക്ക്
യാതൊരു സാമ്പത്തിക ശേഷിയും ഇല്ലാത്തതുകൊണ്ട് വിവാഹം കഴിച്ചയക്കാൻ കഴിയാത്ത യുവതികൾ, എത്രയോ യുവതികളുള്ള നാടാണ് ഗുജറാത്ത്. ആ ഒരു യുവതിയുടെ വിവാഹത്തിന് 1,00,000 രൂപ വീതം സൗജന്യമായി നൽകിയാൽ 7,400 ദമ്പതികളുടെ വിവാഹം നടക്കുമായിരുന്നു ഇതേ സമയത്ത് തന്നെ. ആ 7,400 ദമ്പതികളും അവരുടെ കുടുംബങ്ങളും ഇതറിയുന്നവരും തീർച്ചയായും മുകേഷ് അംബാനിയുടെ മകൻ്റെ വിവാഹത്തിന് നൽകുന്ന അനുഗ്രഹം ആത്മാർത്ഥമുള്ളതാവും, ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്ന് വരുന്നതാവും. പക്ഷേ അത് സംഭവിച്ചില്ല. എന്താ സംഭവിക്കാത്തത്? അവർക്കങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. അപ്രകാരം അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്ന സമയത്ത് അതിൽ ഏതെങ്കിലും 1-2 പ്രോഗ്രാം കട്ട് ചെയ്തുകൊണ്ട് ആ തുക ജീവിതത്തിൽ ഒരിക്കലും വിവാഹം കഴിച്ച് അയക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുടുംബങ്ങളിലെ യുവതീ യുവാക്കന്മാരെ വിവാഹം കഴിക്കാൻ വേണ്ടി ചിലവഴിക്കാം എന്ന് ചിന്തിക്കണമെങ്കിൽ അതിനുള്ള ശേഷി, അതിനുള്ള യോഗ്യത ഉണ്ടാവുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഗൗരവമായ പ്രശ്നം, ഏറ്റവും ഗൗരവമായ പ്രശ്നം. പക്ഷേ അങ്ങനെയുള്ള കക്ഷികൾക്ക് നാം അവിടെയും കരുതേണ്ടത് 25 ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ 9 വർഷത്തിനകം അപ്രകാരമുള്ള വൻകിട കുത്തകകളുടെ വായ്പ എഴുതിത്തള്ളിയത്. ആലോചിച്ച്, ഇന്ത്യ മഹാരാജ്യം എഴുതിത്തള്ളിയ വായ്പ കുടിശ്ശികയാണ് 25 ലക്ഷം കോടി രൂപ. അപ്പോൾ നമുക്ക് തീർച്ചയായും അവിടെയാണ് നാം ചിന്തിക്കേണ്ട പ്രശ്നം. അപ്പോൾ അവർക്കങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ചിന്തിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ പാർട്ടികളും രാജ്യത്തെ സ്നേഹിക്കുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന ജനനായകന്മാരും നേതാക്കന്മാരും ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അവർ ചിന്തിക്കണം, ഇപ്രകാരം ധൂർത്തടിക്കുവാൻ ഈ ഭീമമായ തുക അനുവദിക്കാൻ പാടില്ലാത്തതാണ്. അത് നിയമം മൂലം നമ്മളൊക്കെ എം പിമാരെ തിരഞ്ഞെടുക്കുന്നു. ഇപ്പോൾ വീണ്ടും ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ നിയമം ഉണ്ടാക്കണം, നിയമം നിർമ്മിക്കണം. എപ്രകാരം? അവരുടെ അവരുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് സ്വാതന്ത്ര്യത്തോടെ ചെയ്തോട്ടെ. പക്ഷേ എങ്കിലും ഭീമമായ ഒരു മിനിമം എമൗണ്ടിനപ്പുറത്ത് ചിലവഴിച്ച് ഇതുപോലെ വിവാഹ ധൂർത്ത് നടത്തുന്നവർ, അതിലൊരു ഭാഗം സാധാരണക്കാരായിട്ടുള്ളവരുടെ മക്കളുടെ വിവാഹത്തിന്, യുവതികളുടെ വിവാഹത്തിന്, യുവാക്കന്മാരുടെ വിവാഹത്തിന് നൽകാൻ കഴിയുന്ന തരത്തിൽ ഉള്ളൊരു നിയമനിർമ്മാണത്തെക്കുറിച്ച് നമ്മളെപ്പോലെ ചിന്തിക്കാവുന്നവരെങ്കിലും ചിന്തിക്കണം എന്നൊരു തോന്നൽ വന്നതുകൊണ്ട് അതൊന്ന് ഷെയർ ചെയ്യാം എന്നോർത്താണ് ഈ വീഡിയോ ഞാനിവിടെ തയ്യാറാക്കുന്നത്. തീർച്ചയായും എന്നെപ്പോലെ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ടാവും. അവർക്കായിരിക്കും ഈ രാജ്യത്ത് മുൻതൂക്കം. ധാരാളം പേരുണ്ടാവും അപ്രകാരം ചിന്തിക്കുന്നവർ. ഒരു വിവാഹ ധൂർത്തിൻ്റെ പ്രശ്നമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യ വലിയ സമ്പന്ന രാജ്യമാണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിലാണ് ആ വിവാഹ ചടങ്ങുകൾ. നമുക്കറിയാം, ബ്രിട്ടീഷ് രാജ്ഞിയുടെ കുടുംബങ്ങളിൽ, ബ്രിട്ടീഷ് രാജകുടുംബങ്ങളിലൊക്കെ നടക്കുന്ന വിവാഹ ധൂർത്തിനെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവിടുത്തെ ഔപചാരികമായ ചടങ്ങുകളോ ഒക്കെ ആയിട്ട് മാറാമത്. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത്, ഇന്ത്യ പോലൊരു രാജ്യത്ത് അങ്ങനെയല്ല കാര്യങ്ങൾ. അവിടെ നാം ഒന്ന് ചിന്തിക്കേണ്ടത്, ഇതുപോലെ 1259 കോടി രൂപ ഒരു പ്രീ വെഡ്ഡിങ് പ്രോഗ്രാമിന്, വിവാഹത്തിന് മുമ്പുള്ളൊരു പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ മുകേഷ് അംബാനിയെ പോലുള്ളവർക്ക് നമ്മുടെ ഈ കോവിഡ് ദുരന്ത കാലത്ത് അവർക്ക് നിലനിന്നിരുന്ന ടാക്സ് 32% ടാക്സെങ്കിൽ അന്നത് വെട്ടിക്കുറച്ച് 22% അവരെ സഹായിച്ചു. ആവട്ടെ, കോവിഡ് കാലഘട്ടത്തിൽ ദുരന്തം നേരിടുന്നവർ അവരെ സഹായിക്കണം. കാരണം വ്യാവസായികമായി നമുക്ക് അവരാകെ പിന്നോക്കം പോകാൻ പാടില്ല. അവർ ഉയർന്നു നിലനിൽക്കണമെങ്കിലേ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കും രാജ്യത്തിനും പുരോഗതി ഉണ്ടാവും. അതിനെ ടാക്സ് കുറച്ച് കൊടുത്തോട്ടെ. അത് ചെയ്തതിനകത്തൊരു തെറ്റെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കോവിഡ് കഴിഞ്ഞു, കോവിഡ് കാലഘട്ടങ്ങളിൽ കൊടുത്ത സർവ്വ ഇളവുകളും പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഇളവ് പിൻവലിച്ചില്ല.
32% ടാക്സ് ഈടാക്കിക്കൊണ്ടിരുന്നത് 22% കുറച്ചപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ളവർ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു വിവാഹപൂർവ്വ പരിപാടിക്ക് 1259 കോടി രൂപ ചെലവഴിക്കുന്നവർ, ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് ഒരാളുടെ ഒരു പെർഫോമൻസിന് 74 കോടി ചെലവഴിക്കുന്നവർ, ഈ 3 ദിവസം വന്നു പോകുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ 210 കോടി രൂപ ചെലവഴിക്കുന്നവർ, അവർക്കൊക്കെയാണ് ഈ സഹായങ്ങൾ ലഭിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നമുക്ക് തിരിച്ചറിയണം. നമ്മുടെ നാട് എങ്ങോട്ടാണ്, പുരോഗതിയിലേക്കാണോ അധോഗതിയിലേക്കാണോ എന്ന കാര്യം ചിന്തിക്കേണ്ട ഒരു ഘട്ടം കൂടിയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നത്. ഞാൻ ഇത് നിർത്തുന്നു. ഞാൻ അഡ്വക്കേറ്റ് മോഹൻദാസ്.